Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ജ്ഞാനം 16:12 മരുന്നോ ലേപന ഔഷധമല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത്. രോഗികളോട് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കണം. സാധിക്കുമെങ്കിൽ ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലത്. അതിന് പറ്റുന്നില്ലെങ്കിൽ ദൈവ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഷാലോൺ ടെലിവിഷൻ കാണാം, മറ്റു ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത് കാണണം, അതിന് മനസ്സ് വെക്കണം. വചന ശുശ്രൂഷകൾ നേരിട്ട് കാണുവാൻ, വചനം കേൾക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക. മരുന്നല്ല, ലേപന ഔഷധങ്ങളല്ല, നിന്നെ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുള്ള വചനമാണ്. വചനം കേൾക്കുമ്പോൾ ആ വചനം ജീവനോടെ നിന്നിലേക്ക് കടന്നു വരും. ആ വചനം നിന്റെ രോഗത്തെ സൗഖ്യത്തിലേക്ക് നയിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വാസത്തോടെ വചനം കേട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ രോഗങ്ങൾ ഇതാ സൗഖ്യമാക്കപ്പെടുവാൻ പോകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സിസ്റ്റർ ലിജി. ഞാനിന്ന് ഒരു 23 ദിവസത്തോളമായി. എനിക്കൊരു നടുവേദന ഒരു 3 ദിവസം മാത്രം വന്നു. സഹിക്കാൻ മേലാത്ത വേദന വന്ന് 3 ദിവസം കഴിഞ്ഞപ്പം എഴുന്നേറ്റപ്പം ഈ ഒരു കാല് മരച്ച് ഒരു കൈ ഒരു സൈഡ് നമ്മൾ അടുത്ത കാല് വെക്കുമ്പോൾ ഈ സൈഡ് പറ്റിയല്ലാത്തതുകൊണ്ട് വീണ് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 17 ദിവസത്തോളം പുഷ്പഗിരി ആശുപത്രിയിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 4 MRI ചെയ്തു. അതിനുശേഷം എന്നെ ആസ്റ്റർ മെഡിസിറ്റി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം പിന്നെ ഒരു MRI കൂടെ ചെയ്ത് എല്ലാവരും ഓപ്പറേഷൻ തന്നെ പറഞ്ഞു. അതിനുശേഷം ഇന്ന് ഞാൻ നടുവിന് വേദന അന്ന് വന്ന് നിന്നുപോയി. കാലാണ് പിന്നെ പോയത്. ഈ കാലിനാണ് ശേഷിയില്ലാതെ വന്ന് വലുത് കാലം ബലം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇന്ന് മുട്ടാറ്റി വന്നായിരുന്നു ഡോക്ടർ. അന്ന് പ്രാർത്ഥിച്ചത് മിനിയാന്ന് മുട്ടാറ്റിൽ കൺവെൻഷൻ നടക്കുമ്പോൾ സിസ്റ്റർ വന്നിരുന്നു. വേറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കൂടെ, അല്ലെ അവരും കൂടെ. സിസ്റ്റർ വേണ്ടി അന്ന് ഒട്ടും നടക്കത്തില്ല, പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നടക്കാൻ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ സിസ്റ്റർ നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? നടന്നു, ഒരു കുഴപ്പമില്ല. കർത്താവ് തൊട്ട് കഴിഞ്ഞാണ് നടുവിനോ കാലിനോ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല. അന്ന് പ്രാർത്ഥിച്ചപ്പോഴേ പറഞ്ഞു കത്തി തൊടത്തിൽ എന്നാ പറഞ്ഞു. ഈ ശരീരത്തിൽ കത്തി തൊടത്തിൽ എന്നാ പറഞ്ഞു, അല്ലേ? 2 മേജർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ രാജഗിരി ആശുപത്രിയിൽ ഇന്ന് അഡ്മിറ്റ് ആകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഇന്ന് പോകേണ്ടതായിരുന്നു. അന്നേരം ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി വന്നു. 2 മേജർ ഓപ്പറേഷൻ ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് സിസ്റ്റർ നടക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച മുട്ടാറ് കൺവെൻഷൻ നടക്കണം വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു കത്തി വെക്കത്തില്ല, സിസ്റ്റർ വന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. ഈ വിശുദ്ധ കുർബാനയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്പർശന ഇതെനിക്ക് വലിയ അനുഭവം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഏറ്റവും വലിയ കൂദാശയായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ രോഗശാന്തിയാണ്. ഹല്ലേലൂയ. ഉറപ്പിച്ചുകൊണ്ടൊക്കെ കാലം തിരിച്ചു ക്രൈസ്തലോട് ഈശോയ്ക്ക് നന്ദി. നമുക്ക് എന്തൊരു സ്നേഹമോ, കർത്താവിൻ്റെ സ്നേഹം. ഇന്ന് 2 മേജർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നല്ല മിടുക്കി അടിസ്റ്റേറ്റിലൂടെ നടക്കുന്നത്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്.
കർത്താവ് യേശുവിന് മാത്രമാണ് മഹത്വം. സന്തോഷമായോ? സന്തോഷമായി. അതിനിടയ്ക്ക് എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ എൻ്റെ ശ്വാസകോശത്തിൻ്റെ 2 തൊട്ട് അടഞ്ഞു പോയായിരുന്നു, ചുരുങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് തമ്പുരാൻ്റെ ഇടപെടലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ശരിക്കും യേശുവിൻ്റെ വലിയ സ്നേഹമാണ്. ചുരുങ്ങിപ്പോകുന്ന ലങ്സ് ആയിരുന്നു. കർത്താവ് അതൊക്കെ തൊട്ട് കഴിഞ്ഞിരിക്കുക. കാല്, നടുവ്, എന്താ അല്ലേ കർത്താവിൻ്റെ കാര്യം. കർത്താവ് തൊട്ടാ പിന്നെ എല്ലാം എത്ര നല്ലതാണ്. സന്തോഷമായോ? ഒന്ന് കുനിഞ്ഞു കാണിക്കാവോ ഞങ്ങളെ? ഒന്ന് നിവർന്നേ, നടുവൊക്കെ ഒന്ന് തിരിച്ച്. ആ കൈ കൊണ്ട് കാണിച്ചേ. ആ കാല്, വലത്തെ കാലം തൊഴിച്ചേ. മിടിക്കായല്ലോ. Praise the Lord. Oh Jesus, you are my Lord.